ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ പിരിച്ചുവിട്ട് ഗുജറാത്ത് സർക്കാർ. 2000 ആരോഗ്യ പ്രവർത്തകരെ പിരിച്ചുവിട്ടു. 5000 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, ആശാവർക്കർമാരുടെ സമരം കൊണ്ട് നമുക്കറിയാം അവർ എത്രത്തോളം ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന്. ഇതിപ്പോൾ 1900 എന്ന ഗ്രേഡ് പേ 2000 ചില്ലുവാനാണ് ഉയർത്തണം, 2000 എന്ന ഗ്രേഡ് പേ 4000 ആക്കി ഉയർത്തണം തുടങ്ങിയ ഏറ്റവും നീതിയുക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി കൈക്കൊള്ളുകയാണ് ഗുജറാത്ത് സർക്കാർ. തീർച്ചയായും ഹാഷ്മി, മാർച്ച് 7-ാം തീയതിയാണ് ഇവർ ആദ്യം സമരം തുടങ്ങുന്നത്. അന്ന് ഈ ഓൺലൈൻ ഡ്യൂട്ടികളിൽ നിന്നും മറ്റുമൊക്കെ വിട്ടുനിന്നാണ് അവർ സമരം തുടങ്ങിയത്. പക്ഷേ 17-ാം തീയതി ആയപ്പോഴേക്കും അത് പ്രത്യക്ഷത്തിൽ ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ സമര രീതി മാറി. പിന്നീട് ഗാന്ധിനഗറിലെ ഈ സർക്കാരിൻ്റെ ആസ്ഥാനത്തേക്ക് തന്നെ സമരവുമായി ഈ ആരോഗ്യ പ്രവർത്തകർ എത്തുകയും ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവർക്ക് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. എസ്മ പ്രയോഗിച്ചിട്ടുണ്ട്, അവശ്യ സർവീസ് നിയമം പ്രയോഗിച്ചു. അങ്ങനെ മടങ്ങിയെത്തിയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന നോട്ടീസ് നൽകിയതാണ്. അതിലാണ് ഇപ്പോൾ 8 ജില്ലകളിലായി ഏതാണ്ട് 2000-ഓളം പേരെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. 5000-ഓളം പേർക്ക് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. അതിന് കൃത്യമായി മറുപടി നൽകിയില്ലെങ്കിൽ അവരെയും പിരിച്ചുവിടും എന്നതാണ് സർക്കാർ പറയുന്നത്. വിവിധ ആവശ്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് ശമ്പള വർധനവ് തന്നെയാണ്. ഇപ്പോഴുള്ള ശമ്പളത്തിൽ നിന്ന് അവർക്ക് വർധനവ് വേണം. ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ, വകുപ്പ് തല പരീക്ഷകളിൽ നിന്നും അവർക്ക് ഒഴിവ് നൽകണം. ഒപ്പം തന്നെ ടെക്നിക്കൽ കേഡറിലേക്ക് അവരുടെ സർവീസിനെ ഉൾപ്പെടുത്തണം അടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഈ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പല തവണ ചർച്ചകൾ മറ്റും നടന്നതുമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം അതിൽ ഉണ്ടായില്ല. അങ്ങനെയാണ് മാർച്ച് 7-ാം തീയതി അവർ പരോക്ഷ സമരവും പിന്നീട് 17-ാം തീയതിയോടെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത്. അതിനെയാണ് ഏതായാലും ഉരുക്കുമുഷ്ടി കാട്ടി സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, ഇത് പല ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിലാവട്ടെ അവരുടെ സമരങ്ങളിലാവട്ടെ ഗുജറാത്തിൽ നേരത്തെ ആശാവർക്കർമാരുടെ സമരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ബേസിക് ആവശ്യം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ശമ്പളം ഞങ്ങൾക്ക് തരൂ സർക്കാരുകളെ എന്നുള്ളതാണ്. ഗുജറാത്ത് സർക്കാർ അതിനോട് പ്രതികരിക്കുന്നത് അവരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടുകൊണ്ടാണ്. ഇവിടെ കുറച്ച് ആശാവർക്കർമാരുടെ സമരത്തോട് നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് എല്ലാവർക്കും ഇതിനോടകം അറിയുകയും ചെയ്യാം.